Hi Cadets, and welcome back to my channel. Cadets finally 2026 തന്നെ ഇന്ത്യൻ എയർഫോഴ്സ് മെഡിക്കൽ അസിസ്റ്റന്റ് എന്നൊരു ട്രേഡിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടി ഔട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ആദ്യം തന്നെ ഒരു കാര്യം പറയാം കുട്ടികളെ, ഇത് അഗ്നിവീർ അല്ല, ഇത് പെർമനൻറ്റ് ജോബാണ്. ഇത് അഗ്നിവീർ അല്ല. അതുകൊണ്ട് എല്ലാ കുട്ടികളും തീർച്ചയായിട്ടും തയ്യാറെടുത്തിരിക്കണം. അതുപോലെ തന്നെ ഏത് ഫീൽഡാണിത്? മെഡിക്കൽ ഫീൽഡിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. +2 പാസ്സായ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഏജ് ലിമിറ്റ് എന്താണ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, A to Z കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ സെലക്ഷൻ പ്രോസസ്സ് എല്ലാം തന്നെ ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഡീറ്റെയിൽഡ് കാര്യങ്ങൾ അറിയാൻ വീഡിയോ നിങ്ങൾ ഫുൾ കാണുക, പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പറയാനുള്ളത്, ഈ ഒരു ഫീൽഡിലേക്ക് പെൺകുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, ആൺകുട്ടികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പെൺകുട്ടികൾ കാണുകയാണെന്നുണ്ടെങ്കിൽ വേസ്റ്റാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു വീഡിയോ യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാർ മെഡിക്കൽ അസിസ്റ്റൻ്റ് എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ ഒരു വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ ഫോളോ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കുട്ടികൾ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം, നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഫോം ഫില്ലിംഗ് സ്റ്റാർട്ടാകുന്ന ഇന്നു മുതലൊന്നുമല്ല, ഇനിയും കുറച്ച് സമയങ്ങൾ കൂടിയുണ്ട്. ഇന്ത്യൻ എയർഫോഴ്സ് എന്തുകൊണ്ടാണ് നേരത്തെ നോട്ടിഫിക്കേഷൻ ഔട്ടാക്കുന്നത്? ഫോം ഫില്ലിങ്ങിന് ശേഷം നിങ്ങൾക്ക് തയ്യാറെടുക്കാനായിട്ട് ദിവസങ്ങൾ വളരെ കുറവാണ്. നോട്ടിഫിക്കേഷൻ ഔട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ കുട്ടികളും ഉടനെ തന്നെ തയ്യാറായിക്കോളൂ. അണ ഡിഫൻസ് അക്കാഡമിയിൽ നമ്മൾ ജൂൺ 15 മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്തോളൂ. ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നതായിരിക്കും. ചാൻസ് മിസ്സാക്കരുത്. 7,000+ വേക്കൻസിയാണ് ഇത്തവണ വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നോക്കൂ കുട്ടികളെ, നിങ്ങളിവിടെ കാണുന്നത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളുമാണ് കേട്ടോ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്ന് ഞാൻ പറയുന്നതായിരിക്കും. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, ഏത് ട്രേഡിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 2026 ആദ്യം തന്നെ എയർഫോഴ്സ് എക്സാൻവയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഇത് മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നൊരു ട്രേഡിൻ്റെ നോട്ടിഫിക്കേഷനാണ്. ഏതാണ്? മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നൊരു ട്രേഡ് നോട്ടിഫിക്കേഷനാണ്. ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആകുന്നത് എപ്പോഴാണ്? നോക്കൂ കുട്ടികളെ, ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആകുന്നത് 6 ജൂലൈ 6 മുതലാണ് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആകുന്നത്. ലാസ്റ്റ് ഡേറ്റോ 26 ജൂലൈ ആണ്. മറ്റെല്ലാ ഡിഫൻസ് ഫോഴ്സോട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കുറച്ച് സമയം ലഭിക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഫോം ഫില്ലിങ്ങിലാണ്. ഈ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഫോം ഫില്ലിങ്ങും ചെയ്തിരിക്കണം. ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആകുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, എങ്ങനെ ഫോം ഫില്ല് ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഫോളോ ചെയ്യാനും മറക്കരുത്. ഇനി എക്സാം എപ്പോഴാണ് സ്റ്റാർട്ട് ആകാൻ പോകുന്നത്? നോക്കൂ കുട്ടികളെ, സെപ്റ്റംബർ 22-23 എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് ഏജ് ലിമിറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കൂ കുട്ടികളെ, മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നൊരു ട്രേഡിലേക്ക് +2 പാസ്സായ കേഡറ്റിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏജ് ലിമിറ്റാണ്. ആ ഒരു കേഡറ്റ് 1 ജൂലൈ 2006 അതേപോലെ 1 ജൂലൈ 2010 ഇടയിൽ ജനിച്ച കേഡറ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ +2 ലെവലിലുള്ള ആ ഒരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ? +2 ആണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എങ്കിൽ ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അങ്ങോട്ട് ഞാൻ പറയുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്, നിങ്ങളുടെ കയ്യിൽ ഡിപ്ലോമ ഉണ്ടെങ്കിലും അതേപോലെ തന്നെ BSc ഇൻ ഫാർമസി കോഴ്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു ട്രേഡിലേക്ക് 17.5 മുതൽ 21 വയസ്സ് വരെയാണ്. മെഡിക്കൽ അസിസ്റ്റൻറ്റ് ട്രേഡ് ഫോർ കാൻഡിഡേറ്റ് വിത്ത് ഡിപ്ലോമ, BSc ഇൻ ഫാർമസി ഇത് പഠിച്ച കുട്ടികൾക്ക് ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 24 ഇയേഴ്സ് വരെയാണ്. അപ്പോൾ ഈ ഉള്ള കുട്ടികളുടെ ഏജ് ലിമിറ്റ് നോക്കൂ, നിങ്ങൾക്കത് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ കാണാവുന്നതാണ്. നിങ്ങൾ അൺമാരിഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഏജ് ലിമിറ്റ് ആണ് 1 ജൂലൈ 2003 1 ജൂലൈ 2008 ഇതിനിടയിലാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ മാരീഡ് കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏജ് ലിമിറ്റ് ആണ് 1 ജൂലൈ 2003 1 ജൂലൈ 2006. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? വീഡിയോ ഒന്നുകൂടി പോസ്റ്റ് ചെയ്ത് നിങ്ങൾ കാണുക. എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. നോക്കൂ കുട്ടികളെ, നിങ്ങൾക്ക് മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ +2 പാസ്സായിരിക്കണം. +2 ഏതൊക്കെ സബ്ജക്റ്റ് ഉണ്ടായിരിക്കണമെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ക്രൈറ്റീരിയ +2 പാസ്സായിരിക്കണം. ഇനി +2 ഫിസിക്സ് ഉണ്ടായിരിക്കണം, കെമിസ്ട്രി ഉണ്ടായിരിക്കണം, ബയോളജി ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ ഇംഗ്ലീഷും ഉണ്ടായിരിക്കണം. ഇതെല്ലാം സബ്ജക്റ്റായിട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓവറോൾ എത്ര മാർക്ക് ഉണ്ടായിരിക്കണം? 50% മാർക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇംഗ്ലീഷിന് 50% മാർക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സിമ്പിളായി പറഞ്ഞാൽ PCV പഠിച്ചൊരു കേഡറ്റ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷും ഉണ്ടായിരിക്കണം. ക്ലിയർ ആയല്ലോ?
അപ്പോൾ +2 പഠിച്ച കുട്ടികൾക്കുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് കാൻഡിഡേറ്റ് വിത്ത് ഡിപ്ലോമ, ബി ഫാർമ, BSc ഇൻ ഫാർമസി ഉള്ള കുട്ടികളുടെ അപ്ഡേറ്റ് നോക്കാം. അവർക്കും 50% അഗ്രിഗേറ്റ് ഉണ്ടായിരിക്കണം. അവരുടെ കോഴ്സിൽ ഇംഗ്ലീഷിന് 50% ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഇവിടെയും അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് PST ടെസ്റ്റിൻ്റെ അപ്ഡേറ്റ് നോക്കാം. അതായത് ആവശ്യമായിട്ടുള്ള ഹൈറ്റ് എത്രയാണ്, ഐ വിഷൻ എത്രയാണ്, ആ കാര്യങ്ങൾ കൂടി തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നോക്കൂ കുട്ടികളെ, ആവശ്യമായിട്ടുള്ള ഹൈറ്റാണ് 152 സെൻറ്റിമീറ്റർ. പിന്നെ മെഡിക്കൽ അസിസ്റ്റൻ്റ് എന്നൊരു ട്രേഡിലേക്ക് ആൺകുട്ടികൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ, പെൺകുട്ടികൾക്ക് പറ്റത്തില്ല. ഹൈറ്റ് എത്രയാണ്? 152 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ഇവരുടെ കളർ വിഷൻ നോക്കാം. പിന്നെ ചെസ്റ്റ് സൈസോ 77 സെൻറ്റിമീറ്റർ ആണ്. എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ 5 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. ഇനി കളർ വിഷൻ പറയുകയാണെങ്കിൽ CP2 ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആർമിയിൽ ഈ ഒരു വിഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ കുട്ടികളെ. പിന്നെ വിഷ്വലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 6/36 ഈച്ച് ഐ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ നിങ്ങളുടെ ലെൻസ് +or-3.50 ഡയോപ്റ്റർ ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ ഒരു കാര്യവും മിക്ക കുട്ടികൾക്കും മനസ്സിലായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്താണ്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയേണ്ട ബേസിക് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഏജ് ലിമിറ്റ്, ഹൈറ്റ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മനസ്സിലായി. ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്താണ്. കുട്ടികൾ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ എക്സാം ആണ്. എന്താണ് ഫസ്റ്റ് സ്റ്റേജ്? ഓൺലൈൻ എക്സാം ആണ് വരാൻ പോകുന്നത്. കുട്ടികളെ ഈ ഒരു ഓൺലൈൻ എക്സാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാൻ പോകുന്നത്. ഇതനുസരിച്ച് വേണം നിങ്ങൾ നല്ലപോലെ ഫസ്റ്റ് ഫേസിൽ തന്നെ പഠിച്ചു പോകേണ്ടത്. എയർഫോഴ്സ് വൈയുടെയും മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെയും സിലബസ് ഒന്ന് തന്നെയാണ്. ഇവിടെ ഇംഗ്ലീഷിൽ നിന്ന് ടോട്ടൽ 20 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. രാഗയിൽ നിന്ന് 30 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. 15 ക്വസ്റ്റ്യൻ റീസണിങ്ങിൽ നിന്നും, 8 ക്വസ്റ്റ്യൻ മാത്സിൽ നിന്നും, 7 ക്വസ്റ്റ്യൻ GK ആൻഡ് GSൽ നിന്നുമാണ് വരുന്നത്. ടോട്ടൽ 45 മിനിറ്റിൻ്റെ എക്സാമാണ്. 50 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. 50 മാർക്സ്, 0.25 ആണ് നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത്. ഇതാണ് മെഡിക്കൽ അസിസ്റ്റൻ്റ് എന്നൊരു ട്രേഡിൻ്റെ ഓൺലൈൻ എക്സാമിൻ്റെ ഫുൾ അപ്ഡേറ്റ്. വളരെ ക്ലിയർ ആയിട്ട് നല്ല രീതിയിലാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. ഇതനുസരിച്ചുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കാൻ പോകുന്നത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഈ എല്ലാ സിലബസും പ്രോപ്പറായിട്ട് കവർ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു എക്സ്ട്രാ ബെനിഫിറ്റ് എന്താ ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റേജ് 2ൻ്റെ ഫിസിക്കൽ ട്രെയിനിങ്ങും SRTയും അതേപോലെ GDയും അതിൻ്റെ ട്രെയിനിങ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു ഒറ്റ ഫീസിൽ തന്നെ. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്. നോക്കൂ കുട്ടികളെ, നിങ്ങൾ എക്സാം പാസ്സായാൽ ഉടനെ തന്നെ ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റ് വരും. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ സ്റ്റേജ് 2 ആണ്. സ്റ്റേജ് 2വിൽ ആദ്യം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഫിസിക്കൽ ടെസ്റ്റാണ്. എന്താണ് ഫിസിക്കൽ ടെസ്റ്റാണ്? ഏതൊക്കെ ഇവൻറ്റ് നമുക്ക് നോക്കാം. ഇവൻറ്റ് വരുന്നത് 1.6 കിലോമീറ്റർ റണ്ണിംഗ് ആണ്. 7 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഓടിയെത്തിയാൽ മതി. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇവൻ്റ് ആണ് പുഷപ്പ് 10 എടുത്താൽ മതി, സെറ്റപ്പ് 10 എടുത്താൽ മതി, സ്ക്വാഡ്സ് 20 എടുത്താൽ മതി. ഇതാണ് നിങ്ങളുടെ ഫിസിക്കൽ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇത്രയും ഇവൻറ്റ് നിങ്ങൾ പാസ്സായാൽ പിന്നെ നിങ്ങളുടെ നെക്സ്റ്റ് പ്രോസസ്സാണ് വരാൻ പോകുന്നത്. പിന്നെ നിങ്ങളുടെ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് അതായത് ഫിസിക്കൽ പാസ്സായാൽ ഉടനെ തന്നെ പിന്നെ നിങ്ങളുടെ GDയും SRTയും ആണ്. ഏതാണ്? GDയും SRTയും ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ മെഡിക്കലാണ്. ഇതാണ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. GD എന്താണ്, SRT എന്താണ്, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ബാക്ക് ടു ബാക്ക് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. പിന്നെ എല്ലാ വർഷവും നമ്മൾ ഈ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. പ്രീവിയസ് ഇൻടേക്കിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം ചെയ്തതാണ്. എന്താണ് GD, എന്താണ് SRT എന്ന് നിങ്ങൾ നേരത്തെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. നമ്മുടെ വീഡിയോസ് തന്നെ ആയിരിക്കും ആദ്യം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ആൻഡ്രോയിഡ് അക്കാഡമിയിൽ നിന്ന് സെർച്ച് ചെയ്യണം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആദ്യം തന്നെ സജഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഫിസിക്കൽ കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ എന്താണ്? പിന്നെ നിങ്ങളുടെ വരാൻ പോകുന്ന കുട്ടികളെ GD ആണ്. എന്താണ്? GD ഗ്രൂപ്പ് ഡിസ്കഷനാണ്. അതിനുശേഷം പിന്നെ വരാൻ പോകുന്നത് SRT ആണ്. അതിനുശേഷം പിന്നെ വരുന്നതാണ് മെഡിക്കൽ. ഈ മെഡിക്കൽ കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് PSL ലിസ്റ്റ്. PSL ലിസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് എൻറോൾമെൻറ്റ് ലിസ്റ്റ്. ഈ എൻറോൾമെൻറ്റ് ലിസ്റ്റിൽ പേര് വരുമ്പോഴാണ് നിങ്ങൾ ട്രെയിനിങ്ങിനായിട്ട് പോകുന്നത്. ഇത്രയുമാണ് സെലക്ഷൻ പ്രോസസ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്. നോക്കൂ കുട്ടികളെ, എക്സാമിനേഷൻ ഫീസ് എത്രയാണ്? 550 രൂപ പ്ലസ് 80% GST നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരും. 550 രൂപയും പ്ലസ് 80% GST നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരും ഫോം അപ്ലൈ ചെയ്യുമ്പോൾ. എങ്ങനെ നിങ്ങൾക്ക് ഫോം അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഫോം ഫില്ല് ചെയ്യാം? നോക്കൂ കുട്ടികളെ, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ കൂടി നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആകുമ്പോൾ അതേ ദിവസം തന്നെ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. എങ്ങനെ ഇതിൻ്റെ ഫോം പ്രോപ്പറായിട്ട് മിസ്റ്റേക്ക് ഒന്നും വരാതെ ഫില്ല് ചെയ്യാം എന്നതിനെ പറ്റിയിട്ട്. ക്ലിയർ അല്ല കുട്ടികളെ? അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഫുൾ അപ്ഡേറ്റഡ് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതുമാണ്. കുട്ടികൾ, ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് അനുസരിച്ച് നിങ്ങൾ എന്തായാലും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ എന്തായാലും എവിടെയെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കും, അതായത് ക്ലാസ്സിനായിട്ട്. നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും പ്രോപ്പറായിട്ട് അടിപൊളി ക്ലാസ് ആൻഡ് ഡിഫൻസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം.
നോക്കൂ കുട്ടികളെ, ഇത് നമ്മുടെ മുൻ വർഷങ്ങളിൽ അതായത് പ്രീവിയസ് ഇൻടേക്കിൽ അപ്ഡേറ്റ് ആണ്, പാസ്സായ കുട്ടികളുടെ അപ്ഡേറ്റ് ആണ്. ഈ കുട്ടികൾക്കെല്ലാം സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ വളരെ കുറച്ച് കുട്ടികൾക്കാണ് സെലക്ഷൻ കിട്ടുന്നത്. അതിനകത്ത് കൂടുതലും പാസിംഗ് റേഷ്യോ നമ്മുടെ അക്കാഡമിയിൽ നിന്ന് തന്നെയാണ്. നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് കിട്ടും, റെക്കോർഡ് സെഷൻ കിട്ടും, ഡിജിറ്റൽ സ്റ്റഡി മെറ്റീരിയൽ കിട്ടും, മോക്ക് ടെസ്റ്റ് സീരീസ് കിട്ടും, ഫിസിക്കൽ ട്രെയിനിങ് ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഈ കുറഞ്ഞ ഫീസിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റേജ് 2 ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഫിസിക്കൽ ട്രെയിനിങ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഹോസ്റ്റൽ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ഓൺലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇത് എയർഫോഴ്സ് എക്സിൻ്റെ ഫീസാണ്, ഇത് എയർഫോഴ്സ് വൈയുടെ ഫീസാണ്, ഇത് എയർഫോഴ്സ് വൈഡ്, ഇത് മെഡിക്കൽ അസിസ്റ്റൻ്റ് ഫീസാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. ഇനി ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്, ഡിഫൻസ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും അറിയാൻ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ഇനി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് ഞാൻ 2 നമ്പർ കൂടി ഷെയർ ചെയ്യാം. നോക്കൂ കുട്ടികളെ, ഇതാണ് ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ നമ്പറാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ അക്കാഡമിയിൽ പുതിയ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കുട്ടികളെ, ഇത് വാട്സപ്പ് നമ്പറാണ് കേട്ടോ. ഇതെന്താണ്? വാട്സപ്പ് നമ്പറാണ്. പിന്നെ ഇതാണ് കോൾ നമ്പർ. ഈ നമ്പറിൽ കോൾ ചെയ്താൽ മാത്രമേ ഇവിടെ കോൾ ലഭിക്കത്തുള്ളൂ. പിന്നെ ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് കോളിംഗ് ഫെസിലിറ്റി അവൈലബിൾ അല്ല. ക്ലിയർ ആയല്ലോ? അപ്പോൾ എല്ലാവർക്കും മുകളിൽ കാണുന്ന നമ്പറിലാണ് എല്ലാവരും വാട്സപ്പ് ചെയ്യേണ്ടത്, ഈ നമ്പറിലാണ് കോൾ ചെയ്യേണ്ടത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. പരമാവധി എല്ലാ കുട്ടികളിലും ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് എത്തിക്കുക. വേക്കൻസി 7000+ ആണ് വന്നിരിക്കുന്നത്. ചാൻസ് ഒരിക്കലും മിസ് ചെയ്യരുത്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.